നമസ്കാരം. 24+ ജനഹിതം 2025 ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിക്കത്തോട് ഡിവിഷൻ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥി അനീഷ് ആനിക്കാടാണ്. സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സാറിന് ഇപ്പോ ഇലക്ഷനിൽ വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ അത് എളുപ്പമാകുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ തന്നെയാണ്. ഇവിടെ നാട്ടിൻപുറത്തെങ്കിൽ ഒരു JSC ക്ലബ്ബ് ഉണ്ട്, അതിൽ സെക്രട്ടറി ആയിരുന്നു തീർക്കുന്ന ആള്. അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നാട്ടിൽ മാത്രമല്ല ഈ നാട് വിട്ടും ചേർക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സഹായിക്കാൻ വേണ്ടി കുറേ ആളുകൾ സന്മനസ്സുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെയുള്ള ആഗ്രഹം യഥാർത്ഥ കൈകളിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ആ ഒരു സേവന പ്രവർത്തനങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ പറയാതെ തന്നെയുള്ള ഒട്ടേറെ വീടുകൾ വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ജനസേവനങ്ങൾ അർഹരായവർക്ക് ഓരോ സമയങ്ങളും വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഫണ്ട് വരുന്നത് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിച്ച് നാടിനെ എങ്ങനെ ഗുണകരമാക്കാം എന്നൊരു കാഴ്ചപ്പാട് മനസ്സിലുള്ളത്. ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ അതിനുവേണ്ടി ഞാൻ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന കാര്യം ഉറപ്പ് പറയാൻ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. ശക്തമായ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് നമുക്കൊരു ത്രികോണ മത്സരമായി കണക്കാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ജനങ്ങളെടുത്ത് ചെല്ലുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ത്രികോണ മത്സരത്തിന്റെ ഫീൽ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ജനങ്ങളും ഈ ഒരു മത്സരത്തെ ആവേശകരമായി ഏറ്റെടുത്തു എന്നുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ്. രണ്ടുപേരും രണ്ട് മുന്നണിയിലെ പ്രമുഖ നേതാക്കളാണ്. അവർക്കൊപ്പമാണ് ഞാൻ NDA സ്വന്തമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മത്സരം സ്വാഭാവികമായിട്ടും ടൈറ്റ് ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു വിചാരം ഇല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് എത്രമാത്രം ജനങ്ങളുടെ പ്രതീക്ഷ ഫലവത്താവും നമുക്ക് 14 വരെ കാത്തിരിക്കേണ്ടി വരും. എങ്കിലും നല്ലൊരു ആവേശകരമായ മത്സരത്തിലാണ് പങ്കെടുക്കുന്ന യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളാനാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിഹ്നം എന്താണ്? മൊബൈൽ ഫോൺ.